I'm so excited to be with all of you. And you might think it is because of my sister Grace and Rajiv and Josiah and Noah, or my parents, or even Molly auntie. But it is because, as your church tagline says, you come here, but you leave as family. And I have been here before, so I consider all of you as my family. ഞാൻ നിങ്ങളെല്ലാം എൻ്റെ കുടുംബമായിട്ട് കരുതുന്നു. ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത് പ്രിയ ഗ്രേസിൻ രാജുവും കുടുംബത്തോടും കൂടെ നിൽക്കുവാൻ മാത്രമല്ല, നിങ്ങളെല്ലാവരോടും കൂടെ ഒരു കുടുംബം പോലെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. I'm so excited to talk to you about a word that has blessed my heart and my life for over 20 or maybe now even 30 years. കഴിഞ്ഞ 30 വർഷമായി എനിക്ക് വളരെ അനുഗ്രഹമായി തീരുന്ന ഒരു വാക്യം, അതിനോട് ചേർന്ന ചിന്തയും നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We as Christians, many times we come to a place where we think a word called miracle is no longer for us. ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് അത്ഭുതം എന്ന ആ വാക്ക് നമ്മൾക്ക് വലിയ പ്രാതിനിധ്യമില്ലാത്തതുപോലെ ആയിത്തീർന്നിരിക്കുകയാണ്. There was a woman of God who said, her name was Catherine Kuhlman, and she said, I believe in miracles because I believe in God. കാതറിൻ കുൾമാൻ എന്ന് പറയുന്ന ദൈവഭക്ത ഒരിക്കൽ പറഞ്ഞു, ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു കാരണം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. Now, because I used the word miracle, maybe you might be thinking that I'm here to talk about prosperity theology. ഇപ്പോൾ അത്ഭുതം എന്ന് ഞാൻ വാക്ക് ഉച്ചരിച്ചപ്പോൾ ഞാൻ ഇവിടെ സമ്പന്ന ദൈവശാസ്ത്രത്തെ കുറിച്ച് പറയുവാനാണ് നിൽക്കുന്നത് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. But as we went through the testimonies, we heard about how God has performed miracles in so many of your lives over the last year, the weeks, etc. കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ നമ്മൾ ഇവിടെ ശ്രവിക്കാൻ ഇടയായി തീർന്നല്ലോ. What I want to share with you this morning or this afternoon is keys to your miracle. നിങ്ങളുടെ അത്ഭുതങ്ങളുടെ താക്കോൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്. And for that, I want to bring your attention to a passage that all of you are familiar, even probably Josiah and Noah are familiar as well. നിങ്ങൾക്ക് എല്ലാവർക്കും ജോസേയ്ക്കും നോഹയ്ക്കും ഉൾപ്പെടെയുള്ളവർക്ക് അറിയാവുന്ന ഒരു വാക്യം നിങ്ങളുടെ മുമ്പാകെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. Jesus, during his time here, he performed so many different miracles. ഭൂമിയിലായിരുന്ന സമയത്ത് യേശുക്രിസ്തു വളരെയധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഇടയായിട്ടുണ്ട്. But there is one miracle that is recorded in all 4 gospels. 4 സുവിശേഷങ്ങളിൽ ഒരുപോലെ പ്രസ്താവിച്ചിരിക്കുന്ന ഒരു അത്ഭുതമുണ്ട്. And that is Jesus feeding the 5,000. അത് 5000 പേരെ പോഷിപ്പിക്കുന്ന അത്ഭുതമാണ്. Minimum 5,000. കുറഞ്ഞത് 5000 പേര്. Because we know all of that, possibly 5,000 men, because there could be women, there could be children. We know all the details of that miracle. 5000 പുരുഷന്മാരെന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് വളരെയധികം സ്ത്രീകളും കുഞ്ഞുങ്ങളും കൂടെ കാണുവാൻ സാധ്യതയുണ്ട്. So because of that, I want to turn your attention to John's Gospel and chapter 6, where we see that miracle recorded in John's Gospel. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത്. If you're wondering why I'm using John's Gospel, because my name is John. എന്തുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം വായിക്കുന്നതെന്ന് നിങ്ങൾ ചോദിച്ചാൽ എൻ്റെ പേര് ജോൺ എന്നാണല്ലോ. My grandfather's name was John or Yohanan. എൻ്റെ വല്യപ്പച്ചന്റെ പേരും യോഹന്നാൻ എന്നാണ്. My father's middle name is John. എൻ്റെ പിതാവിന്റെ മിഡിൽ നെയിം ജോൺ ആണ്. So I love John's Gospel. അതുകൊണ്ട് എനിക്ക് യോഹന്നാന്റെ സുവിശേഷം വളരെ ഇഷ്ടമാണ്. But the John's Gospel talks about the word believe so many different times. വളരെയധികം പ്രാവശ്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് എഴുതിയിരിക്കുന്നു. For example, John chapter 1 verse 12, for those who believed in his name, he gave the authority to become children of God. യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്നു, തന്നിൽ വിശ്വസിച്ചവർക്ക് ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. Or we all know John 3:16, for God so loved the world that he gave his only begotten son, that whoever believes in him shall not perish but have everlasting life. യോഹന്നാന്റെ സുവിശേഷം 3:16 നമുക്ക് വളരെ പരിചിതമാണല്ലോ. തന്നിൽ വിശ്വസിച്ചിരിക്കുന്നവർക്ക് കർത്താവ് പിതാവ് തന്റെ പുത്രനെ നൽകുവാൻ ഇടയായത്. Or you might be familiar with John chapter 11, where Jesus tells, if you believe, you shall see the glory of God. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. So the word believe is part of all of our life from the time that we got to know Jesus. നമ്മൾ യേശുവിനെ അറിഞ്ഞ കാലം മുതൽ ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ കരുതുന്നു.
So let's run to John's Gospel, chapter 6 and verse 1 onwards with regard to how Jesus fed the 5,000. We know the story, so I'm not going to read that, but as we go through each verse, I want to give you few keys to a miracle. യോഹന്നാന്റെ സുവിശേഷം 6:1 മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അത്ഭുതങ്ങളുടെ ചില താക്കോൽ നമ്മൾ അവിടെ കാണുവാൻ സാധിക്കുന്നു. You can take it as keys to your miracle, or if you want, you can take it as ABCs to a miracle. You can look at it however you want. നിങ്ങൾക്ക് അതിനെ 1, 2, 3 എന്നോ ABC എന്നോ അതിനെ എണ്ണുവാൻ കഴിയും. But the reason why I'm sharing this is at the end of or at least by the end of the message, where your heart will be stirred to asking God or to seek God for a miracle in your life. എന്നാൽ ഈ ദൂതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിന്റെ അവസാനമാകുമ്പോഴേക്കും കർത്താവിൽ നിന്ന് ഒരു അത്ഭുതം ചോദിക്കുവാൻ നമ്മൾ പ്രഗത്ഭമുള്ളവരായി തീരട്ടെ. So in verse number 1, sometime after this, Jesus turned to the far shore of the Sea of Galilee, that is the Sea of Tiberias, and a great crowd of people followed him because they saw the signs he had performed by healing the sick. Then Jesus went up on a mountainside and sat down with his disciples. The Jewish Passover festival was near. When Jesus looked up and saw a great crowd coming toward him, he said to Philip, "Where shall we buy bread for these people to eat?" Verse 1 through 5 is what I read. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ഇവിടെ വായിച്ചത്. The first key to your miracle is assess your situation so that you become specific. ഇതിന്റെ ഒന്നാമത്തെ താക്കോൽ എന്ന് പറയുന്നത് നമ്മളുടെ അവസ്ഥകളെ യഥാർത്ഥമായി അവലോകനം ചെയ്യുകയും നമ്മൾ നമ്മൾ കൃത്യമായി അതിനെ അഭിമുഖീകരിക്കുവാനായിട്ട് അതിനെ താരതമ്യം ചെയ്യേണ്ട ആവശ്യമാണ്. Why should I assess my situation? Because many a times we pray, "Oh Lord, bless me." എന്തിനാണ് നമ്മൾ നമ്മുടെ സാഹചര്യത്തെ അവലോകനം ചെയ്യേണ്ടത്? എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറില്ലയോ കർത്താവേ എന്നെ അനുഗ്രഹിക്കണമെന്ന്? Pray for me so that I get a job. എനിക്കൊരു ജോലി കിട്ടുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. But the question is, when you assess your situation and when you become specific, your situation tends to change. നമ്മൾ വളരെ മൂർച്ചയുള്ളവരായി തീരുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ മാറുവാൻ ഇടയായി തീരും. Because we are all good at praying general prayers. നമ്മൾ സാധാരണ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാൻ നമുക്ക് നല്ലതുപോലെ അറിയാം. But the question is, what exactly is your need? എന്നാൽ ഇവിടുത്തെ ചോദ്യം ശരിക്കും നിന്റെ ആവശ്യം എന്താണ്? Is it wisdom for a career decision? അത് ഞാനൊരു നല്ല കരിയർ തിരഞ്ഞെടുക്കുവാനുള്ള ജ്ഞാനത്തിന് വേണ്ടിയാണോ? Is it peace in your marriage? എൻ്റെ കുടുംബജീവിതത്തിൽ സമാധാനത്തിന് വേണ്ടിയാണോ? Is it provision for your family? എൻ്റെ കുടുംബത്തിന് ആവശ്യമാകുന്ന നന്മകൾ ലഭിക്കുവാനാണോ? Is it direction for your children? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു മാർഗം ലഭിക്കുവാൻ വേണ്ടിയാണോ? Or is it freedom from debt? അതോ എൻ്റെ കടബാധ്യതകൾ മാറുവാൻ വേണ്ടിയാണോ? Faith does not deny the problem. But faith വിശ്വാസം ഒരിക്കലും നമ്മുടെ പ്രശ്നത്തെ അവഗണിക്കുന്നില്ല. But faith names the problem and it brings to Jesus. എന്നാൽ വിശ്വാസം നമ്മുടെ പ്രശ്നത്തെ കർത്താവിന്റെ മുമ്പാകെ കൊണ്ടുവരുവാൻ സാധിക്കും. Here Jesus also did the same thing. There are so many people, but Jesus is giving a specific situation in verse number 5. Where shall we buy bread for these people to eat? ഇവിടെ ഒരു പ്രതിസന്ധിയുണ്ട്. കർത്താവ് അത് കൃത്യമായി കൊണ്ടുവരുന്നു. ഇത്രയും പേർക്ക് ആഹാരം നാം എവിടെ നിന്ന് വാങ്ങും? The situation is very specific. These people are here, they need to eat. ഇവിടുത്തെ പ്രശ്നം വളരെ കൃത്യമാണ്. ഇവിടെ ആളുകൾ ഇരിക്കുന്നു, അവർക്ക് ആഹാരം ആവശ്യമുണ്ട്. Assess your situation so that you become specific. നമ്മളുടെ പ്രശ്നത്തെ അവലോകനം ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ ആയാൽ വളരെ കൃത്യതയോടെ അതിനെ പ്രതികരിക്കുവാൻ നമുക്ക് ഇടയാകും. A specific need can become a special testimony. അങ്ങനെയുള്ള ഒരു കൃത്യമായ അവലോകനവും കൃത്യമായ പ്രതിവിധിയും ഒരു വലിയ സാക്ഷ്യമായി തീരുവാൻ ഇടയായി തീരും. So the first point is assess your situation so that you become specific. കൃത്യമായി പ്രതികരിക്കുവാൻ വേണ്ടി നമ്മുടെ പ്രശ്നത്തെ അവലോകനം ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ. That is what Jesus asked different people, what do you want? അതുകൊണ്ടാണ് യേശുവിന്റെ അടുക്കൽ കടന്നു വരുന്നവരെല്ലാം യേശു നിങ്ങൾക്ക് എന്താണ് ആവശ്യം? Or the prophet asked, what do you need? അഥവാ പ്രവാചകൻ ചോദിക്കുകയാണ് എന്ത് വേണം? And she said, I need to be healed. So it becomes specific and it takes you further.
ഉടനെ അവർ പറയുകയാണ് എനിക്ക് സൗഖ്യം ആവശ്യമുണ്ട്, അത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയായി. The next one, in the second point, is the letter B, believe God for a miracle. രണ്ടാമത്തെ കാര്യം ബി എന്നാണ്. ആ ബി കർത്താവിനെ വിശ്വസിക്കുക. Verse 6 says, he asked that this only to test him, for he already had in mind what he was going to do. താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് യേശുവിന് നന്നായി അറിയാമായിരുന്നു, എങ്കിലും അവരെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു ചോദ്യം ചോദിക്കുന്നത്. When Jesus asked Philip, he knew what was going to happen. ചോദിക്കുന്നതിന് മുമ്പേ യേശുവിന് അറിയാം എന്താണ് ഇവിടെ സംഭവിക്കുവാൻ പോകുന്നതെന്ന്. Many of us are good at being a calculator. ഒരു കാൽക്കുലേറ്റർ പോലെയാണ് നമ്മളിൽ പലരും. We calculate everything in our life. നമ്മളെല്ലാം കണക്ക് കൂട്ടാറുണ്ട്. We calculate our salary, we calculate our rent, we calculate our monthly payments, we calculate our situation. We are calculators not only for our lives, we calculate for others also. നമ്മൾ വളരെ കൃത്യമായി നമ്മളുടെ ശമ്പളവും നമ്മളുടെ ചെലവുകളും നമ്മുടേത് മാത്രമല്ല മറ്റു പലരുടെ പോലും നമ്മൾ കൃത്യമായി കണക്ക് കൂട്ടാറുണ്ട്. Planning is wise. അത് വളരെ ജ്ഞാനമുള്ള കാര്യമാണ്. But our calculations must never become bigger than our faith. എന്നാൽ നമ്മുടെ കണക്ക് കൂട്ടലുകൾ ഒരിക്കലും നമ്മുടെ വിശ്വാസത്തെക്കാൾ വലുതായി തീരരുത്. God is not limited by your age or your bank balance or your background. കർത്താവിന് ഒന്നും ഒരു തടസ്സമല്ലാതെ നമ്മുടെ പ്രായമാകട്ടെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയാകട്ടെ യാതൊന്നും കർത്താവിന് ഒരു തടസ്സമാകില്ല. God does not even care about your English. കർത്താവിന് നമ്മുടെ ഇംഗ്ലീഷ് ഒരു കാര്യം പോലുമല്ല. But we tend to calculate, oh, I have this problem, I have this weakness, I have this issue. What can I do? എന്നാൽ നമ്മൾ അവിടെ നിന്ന് പറയും, കർത്താവേ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഇന്ന പ്രതിവിധികളുണ്ട്, എനിക്ക് ഇന്ന പ്രയാസങ്ങളുണ്ട്. But Jesus said he knew what he was going to do. Believe in God for a miracle. എന്നാൽ യേശുവിൽ വിശ്വസിക്കുക, ഒരു അത്ഭുതം പ്രദർശിക്കുക. കാരണം നമ്മളെ കർത്താവ് ചെയ്യാൻ പോകുന്നതെന്ന് കർത്താവിന് നന്നായി അറിയാം. I want to move on to the next one point, third one. Confess your incapability to meet your need. എന്നാൽ മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരട്ടെ. നമ്മളുടെ പരിമിതികൾ നമ്മൾ ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാനിടയാകണം. Jesus asked Philip and he said, oh, not even a year's salary is good enough to even give them a bite. ഫിലിപ്പ് പറയുകയാണ്, ഒരു വർഷത്തെ ശമ്പളം പോലും നമുക്ക് ഇതിന് തികയത്തില്ല. But then Andrew comes and says, well, here is a kid with 5 loaves of bread and 2 fishes. But still, what is that? എന്നാൽ ആന്ത്രോസ് എന്ന് പറയുകയാണ്, ഇവിടെ ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്, പക്ഷെ അതുകൊണ്ട് എന്താകാനാണ്? I'm sure the situation is very common in our own lives too. നമ്മുടെ ജീവിതത്തിലും ഇതിന് വളരെ പ്രസക്തിയുണ്ട്. What is my small salary among so much of expenses? ഇത്രയും വലിയ ചെലവിന്റെ ഇടയ്ക്ക് എന്റെ ശമ്പളം എന്താകാനാണ്? What is my qualification among all these people who can speak better English? എന്നേക്കാൾ നന്നായിട്ട് ഇംഗ്ലീഷ് പറയാനുള്ളവരുടെ ഇടയ്ക്ക് ഞാൻ എന്ത് പറയുവാനാണ്? What is my qualification with people who have such big rich heritage? വളരെയധികം പാരമ്പര്യം പറയാനുള്ളവരുടെ ഇടയ്ക്ക് ഞാൻ ആരാണ്? Let us try to become a bit more spiritual too. What is my prayer among so many different problems? നമ്മൾ ഇച്ചിരി ആത്മീയമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ എന്റെ ചെറിയ പ്രാർത്ഥന കൊണ്ട് എന്ത് നടക്കുവാനാണ്? What is my little faith in the midst of such a big storm? ഇത്ര വലിയ കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ എന്റെ ചെറിയ വിശ്വാസം എന്ത് സംഭവിക്കാൻ പോകുന്നു? The confession is not a weakness but surrender. എന്നാൽ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ പരിമിതികളെ കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ ബലഹീനതയല്ല, അത് നമ്മളുടെ സമർപ്പണത്തെ കാണിക്കുന്നു. When we stop pretending to be enough, we discover that Jesus is enough. നമ്മളുടെ പരിമിതികളെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കുന്നു, യേശു മതിയായവനാണ്. Amen. ആമേൻ. Jesus is enough. യേശു മതിയായവനാണ്. When you confess your incapability, you understand Jesus is enough. നമ്മുടെ പരിമിതികളെ നമ്മൾ സമ്മതിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ പറയുകയാണ്, യേശു മതിയായവനാണ്. Let's move on to the next one, the letter D. ഡിയിലേക്ക് വരട്ടെ. Do what you can to meet the need. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യുക. After Andrew said that, here Jesus says, verse number 10, have the people sit down. There was plenty of grass in that place, and they sat down. About 5,000 men were there. ഇവിടെ നമ്മൾ വായിക്കുന്ന 10-ാം വാക്യത്തിൽ ആന്ത്രോസ് ഇത് പറഞ്ഞു കഴിയുമ്പോൾ
യേശു പറയുകയാണ് എല്ലാവരെയും നിലത്തിരുത്തുക. അവിടെ വളരെയധികം പുല്ലുണ്ടായിരുന്നു. Do what you can to meet the need. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യണം. Philip was a pessimist, or he just said, oh, this is not possible. ഫിലിപ്പ് വളരെ ഒട്ടും വിശ്വാസമില്ലാത്ത ആളാണ്. എങ്ങനെ ഇത് നടക്കാൻ പോകുന്നില്ല. Andrew said, we have something, but this is not enough. എന്നാൽ ആന്ത്രോസ് പറഞ്ഞു നമുക്ക് കുറച്ചുണ്ട്, പക്ഷെ ഇത് തികയത്തില്ല. But we see the goodness of Andrew too. He went around and he found someone with something. എന്നാൽ നമ്മൾ ആന്ത്രോസിന്റെ ഗുണം നോക്കുമ്പോൾ ആന്ത്രോസ് അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി നടന്നിട്ട് ആരുടെയോ കയ്യിൽ അല്പമുള്ളത് കണ്ടു. But Jesus told the disciples to get all the people to sit down and get them organized. അപ്പോൾ യേശു പറയുകയാണ് എല്ലാവരെയും നിലത്തിരുത്തുക, പന്തിയായി ഇരുത്തുക. They could not multiply the food, but they could do some organizing. അവരെ കൊണ്ട് ഈ അപ്പത്തെ വിപുലീകരിക്കുവാൻ കഴിയത്തില്ല, അതിനെ വർദ്ധിപ്പിക്കുവാൻ കഴിയത്തില്ല, എന്നാൽ ഓർഗനൈസ് ചെയ്യാനായിട്ട് കഴിയും. This is very important for our generation. നമ്മുടെ തലമുറയിൽ വളരെ പ്രസക്തിയുള്ള കാര്യമാണ്. Why? Because we think faith is about being lazy. നമ്മുടെ ചിന്ത വിശ്വാസം എന്ന് പറയുന്നത് വളരെ മടിയുള്ള കാര്യമാണെന്നാണ്. Oh, I'll just sit down, God will just bring it down. ഞാനിവിടെ ചാരി ഇരിക്കുവാൻ പോവുകയാണ്, കർത്താവ് ചെയ്യാനുള്ള കർത്താവ് ചെയ്തോളൂ. Because didn't God do that for the people when they were going through the wilderness? Yes. മരുഭൂമിയിൽ സഞ്ചരിച്ച ഇസ്രായേലിന് വേണ്ടി കർത്താവ് അങ്ങനെയൊക്കെ ചെയ്തില്ലയോ? Prayer is not an excuse for inaction. നമ്മൾ വെറുതെ ഇരിക്കുവാൻ വേണ്ടിയുള്ള ഒരു കാര്യമല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. Trusting God does not mean refusing responsibility. കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൈകഴുകി കളയുക എന്നുള്ളതല്ല. Do what you can. നമ്മളെ കൊണ്ട് ചെയ്യുവാൻ കഴിയുന്നത് നമ്മൾ ചെയ്യണം. Apply for the job. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. Apply for that promotion. പ്രൊമോഷന് വേണ്ടി അപേക്ഷിക്കുക. Study well. നന്നായി പഠിക്കുക. Save wisely. നന്നായി സമ്പാദിക്കുക. Learn the skill. ജോലിയിൽ പ്രാവീണ്യം നേടുക. നന്നായി സമ്പാദിക്കുന്നതിനേക്കാൾ save wisely. വേണ്ടാതെ ചെലവഴിക്കല്. നിരുത്തരവാദപരമായി ചെലവാക്കാതെ Reconcile your relationships. നമ്മുടെ ബന്ധങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുക. Do what you can. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യുക. We want God to do a miracle. നമ്മൾക്ക് ദൈവ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം. We believe in God for a miracle. നമ്മൾ കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. We confess our incapability. Oh, I cannot do anything. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ പരിമിതികളെ സമ്മതിക്കുന്നവരുമാണ്. But we see the key is do what you can to meet the need. എന്നാൽ ആ ആവശ്യത്തിന് മുമ്പിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്തിരിക്കണം. It might be to learn a new skill. അതൊരു പുതിയ സ്കില്ല് പഠിക്കുവാനായിട്ടായിരിക്കാം. But we say, oh, I don't have time. നമ്മൾ പറയുകയാണ് എനിക്ക് അതിനുള്ള സമയമില്ലല്ലോ. Find time. സമയം കണ്ടെത്തുക. Discipline becomes very important if God wants to use you. ദൈവസന്നിധിയിൽ നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾക്ക് അതിനുള്ള ഡിസിപ്ലിൻ വളരെ ആവശ്യമാണ്. We need discipline in our life. In our life, we need achadakam. അച്ചടക്കം വളരെ ആവശ്യമാണ്. We say, oh, I cannot find time to pray. ഞാൻ പറയാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം തീരെ. Oh, I don't have time to read the word. എനിക്ക് വചനം വായിക്കുവാൻ ധ്യാനിക്കുവാൻ സമയമില്ല. Do you know what is the key to waking up early? നേരത്തെ എഴുന്നേൽക്കുവാനുള്ള ഒരു രഹസ്യം എന്താണ്? Go to bed early. നേരത്തെ കിടക്കാൻ പോവുക. Do what you can to meet your need. നമ്മുടെ ആവശ്യങ്ങൾ നേടുവാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. You may not be able to do everything, but you can do something. നമുക്ക് എല്ലാം ചെയ്യുവാൻ കഴിയത്തില്ല, പക്ഷെ നമുക്ക് ചിലതൊക്കെ ചെയ്യുവാൻ കഴിയും. God often begins the miracle with your obedience. നമ്മുടെ അനുസരണത്തിന് മുമ്പിലാണ് ദൈവം പലപ്പോഴും പ്രവർത്തിക്കുന്നത്. Do something. എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യുക. Do what you can to meet the need. ആ ആവശ്യം നേടുവാൻ നമ്മളെ കൊണ്ടാകുന്നത് നമ്മൾ ചെയ്യുക. It may not be much, അത് വലുതായിരിക്കത്തില്ല, but do what you can. പക്ഷെ നമ്മൾ ആവുന്നത് ചെയ്യണം. The next one is the letter E. Exhibit thankfulness before the miracle arrives. അടുത്തത് ഈ ആണ്. ദൈവസന്നിധിയിൽ അത്ഭുതം കാണുന്നതിന് മുമ്പേ നമ്മൾ നമ്മളുടെ നന്ദി പ്രകാശിപ്പിക്കുക. Verse 11 says, Jesus then took the loaves, gave thanks, and distributed to those who were seated as much as they wanted.
11-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് അപ്പനുറുക്കുകൾ എടുത്ത് ദൈവത്തിന് സ്തുതി അർപ്പിച്ചു, നന്ദി അർപ്പിച്ചു, അതിനുശേഷം അത് വിതരണം ചെയ്തു. Before the bread multiplied, Jesus gave thanks. അപ്പം വർദ്ധിക്കുന്നതിന് മുമ്പേ യേശു നന്ദി അറിയിക്കുകയാണ്. Jesus did not complain. All these 12 disciples, they did not bring enough food. യേശു പറഞ്ഞില്ല, ഈ 12 പേര് ഒരു ആഹാരമൊന്നും കൊണ്ടുവന്നില്ലല്ലോ. Jesus did not say, oh, Andrew, you only found a boy with just 5 loaves of bread. ആൻഡ്രൂവിനോട് യേശു പറയാണ്, അങ്ങനെ പറഞ്ഞില്ലല്ലോ, ആൻഡ്രൂവേ നീ മാത്രമേ ഇത് ചെയ്തുള്ളല്ലോ. He did not reject it because it was ordinary. അത് സാധാരണമായതുകൊണ്ട് യേശു അത് തള്ളിക്കളഞ്ഞുമില്ല. He gave thanks before the crowd was fed. എന്നാൽ ജനത്തിന് ആഹാരം കൊടുക്കുന്നതിന് മുമ്പേ യേശു ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുകയാണ്. Can we thank God before the situation changes? സാഹചര്യങ്ങൾ മാറുന്നതിന് മുമ്പേ ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കാൻ നമുക്ക് കഴിയുമോ? Before the loan is cleared? ആ കടബാധ്യത മാറുന്നതിന് മുമ്പേ നമുക്ക് നന്ദിയുള്ളവരായി തീരുവാൻ കഴിയുമോ? Before the relationship is restored? ആ ബന്ധം ഒരുക്കപ്പെടുന്നതിന് മുമ്പേ അതിന് നന്ദിയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ കഴിയുമോ? Before the child come back to the Lord? നമ്മുടെ കുഞ്ഞ് മടങ്ങി വരുന്നതിന് മുമ്പേ ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുവാൻ നമുക്ക് കഴിയുമോ? Before the business grows? ആ ബിസിനസ് വളരുന്നതിന് മുമ്പേ ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുവാൻ കഴിയുമോ? Before the answer becomes visible? നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്നതിന് മുമ്പേ നമുക്ക് നന്ദിയുള്ളവരായിരിക്കുവാൻ കഴിയുമോ? Thankfulness before the miracle is a way, a declaration of faith. പ്രവൃത്തി കാണുന്നതിന് മുമ്പുള്ള നന്ദി എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനമാണ്. In a world of comparison, gratitude protects the heart. പലപ്പോഴും താരതമ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളുടെ നന്ദി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ്. It is easy for us to say, oh, they have that, they have this, but I don't have this. നമുക്ക് എളുപ്പമാണ് പറയാൻ, അവർക്കതുണ്ട് ഇവർക്കതുണ്ട് എന്നാൽ എനിക്കതില്ലല്ലോ. But it is a different heart and a spirit to say, Lord, thank you for what you have given me. എന്നാൽ മറ്റൊരു ഹൃദയമുള്ളവർക്ക്, വേറിട്ടൊരു ഹൃദയമുള്ളവർക്ക് കർത്താവേ നീ നന്ദി എന്ന് പറയുവാൻ കഴിയത്തുള്ളൂ. Sometimes we say, oh, my relationship is very much in trouble. ചിലപ്പോൾ നമ്മൾ പറയും നമ്മുടെ ബന്ധങ്ങൾ വളരെ തകർച്ചയുടെ വക്കിലാണ്. But at least you have someone to even call as, oh, I have a bandhu. But എന്നാൽ നമ്മൾക്ക് മറ്റൊരാൾ കാണും, ഒരു ബന്ധു കണ്ടേക്കാം, നമ്മൾക്ക് വിളിക്കുവാനും സംസാരിക്കുവാനും പറയുവാനും പ്രാർത്ഥിക്കാം. Our relationship must be struggling. നമ്മുടെ ബന്ധങ്ങൾ ചിലപ്പോൾ ഉലഞ്ഞിരിക്കുകയാണ്. But do you know that here in the United States, how many people we find that they don't even have a single person to call as their family, not even for their funeral? എന്നാൽ ഇവിടെ അമേരിക്കയിൽ നമ്മൾ പലപ്പോഴും കാണുന്ന കാര്യമാണ്, ഒരു ശവസംസ്കാരത്തിന് പോലും ഒരാളെ വിളിച്ചെന്ന് പറയുവാൻ കഴിയാത്ത അവസ്ഥകളുണ്ട്. Left all by themselves. But we are struggling, oh, my relationship is not good. അവർക്ക് ആരുമില്ല, എന്നാൽ നമ്മൾ കംപ്ലൈന്റ് ചെയ്യാണ്, എന്റെ ഇന്ന ബന്ധം ശരിയാകുന്നില്ല. But as we talk about this, understand our God is a God who can restore a relationship. എന്നാൽ ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ട്, എന്റെ ദൈവത്തിന് ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുവാൻ കഴിയും. Or sometimes we say, oh, I don't have that biggest job. ചിലർ പറയും എനിക്ക് വല്ല ജോലി ഇല്ലല്ലോ. But I have the job that God has given me now. എന്നാൽ എനിക്ക് ദൈവം തന്ന ഒരു ചെറിയ ജോലിയുണ്ട്. Exhibit thankfulness before the miracle arrives. അത്ഭുതം വരുന്നതിന് മുമ്പേ ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കട്ടെ. Gratitude turns small beginnings into a holy ground. എന്നാൽ ചെറിയ തുടക്കങ്ങളെ വലിയ നിലങ്ങളാക്കി തീർക്കുവാൻ നമ്മുടെ നന്ദിക്ക് കഴിയും. വിശുദ്ധ സ്ഥലമാക്കുവാൻ. അതിനെ ഒരു വിശുദ്ധ സ്ഥലമാക്കുവാൻ നമ്മളുടെ നന്ദിക്ക് കഴിയും. Moving on to the next one, the letter F. F എന്ന വാക്കിലേക്ക് പോരട്ടെ. Forget the insults of the devil and the naysayers. നമ്മളെ തുച്ഛീകരിക്കുന്നവരെയും പിശാചിന്റെയും വാക്കുകളെ മറക്കുന്നവരായിരിക്കട്ടെ. I'm sure that when Jesus was getting, or all the disciples were getting people to sit down, and then it is possible devil could be saying, oh, what are you going to do with 5 loaves of bread? ഈ ശിഷ്യന്മാരെല്ലാവരെയും പിടിച്ച് ഇരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിശാച് അവിടെ ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ല നിങ്ങൾ എന്തോ ചെയ്യുകയാണ്? It could be easy to say, don't you see the number of people sitting in front of you? നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആളുകളുടെ എണ്ണം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? The similar thing with you when you're thinking about a miracle or you're praying for a miracle, you hear voices from others or from within yourself which says, oh, it is not possible. ഒരത്ഭുതം നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരിൽ നിന്നോ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയോ ഇത് നടക്കാൻ പോകുന്നില്ല എന്ന ശബ്ദം മുഴങ്ങുവാൻ ഇടയാകും.
The enemy might whisper, you are too late. ചിലപ്പോൾ ശത്രു പറയും നീ താമസിച്ചു പോയല്ലോ, വൈകി. The enemy might say, oh, you're too old. അല്ലെങ്കിൽ ശത്രു പറയും നിനക്ക് വളരെ പ്രായമായി പോയി. Or might say, you have failed too many times. അല്ലെങ്കിൽ ശത്രു പറയുന്നു നീ എത്ര പ്രാവശ്യം തോറ്റിരിക്കുന്നു. People might say, who are you to dream so big? ചിലപ്പോൾ ആളുകൾ നമ്മളോട് ചോദിക്കും ഇത്ര വലിയ സ്വപ്നം കാണാൻ മാത്രം നീ ആരാണ്. Society may say, oh, you have to prove yourself. സാത്താൻ ചിലപ്പോൾ പറയും നീ ആദ്യമേ നിന്നെ തന്നെ എല്ലാവരുടെ മുമ്പിൽ ഒന്ന് പ്രദർശിപ്പിക്കണം. The fear within you might say, oh, don't even try, you will be embarrassed. നമ്മുടെ ഉള്ളിലെ ഭയം നമ്മളോട് ചിലപ്പോൾ പറയും ഇതിന് ഇറങ്ങി പുറപ്പെടാതിരിക്കുന്നതാണ് നല്ലത്, നീ നാണം കെടുവാൻ സാധ്യതയുണ്ട്. Because we as Indians, we have that mentality, oh, what if this does not work? ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉള്ളൊരു ചിന്തയാണ് ഇത് നടന്നില്ലെങ്കിലോ, my reputation, എൻ്റെ പേര്, my fame, or my family's fame. എൻ്റെ കുടുംബത്തിന്റെ സൽപ്പേര്. So it is okay, I just stay where I am. ഞാനിപ്പോൾ ഇരിക്കുന്നിടത്തിരിക്കാമെങ്കിൽ ഒരു കുഴപ്പവുമില്ല. But Jesus did not lead the meeting with doubt. എന്നാൽ യേശു സംശയത്തോടെ അതിനെ വിടുവാൻ ഇടയായി തീർന്നിട്ടില്ല. He did not let scarcity preach the message. ആ ദാരിദ്ര്യം അഥവാ അളവിന്റെ ഇല്ലായ്മ അതിനൊരു തടസ്സമാക്കുവാൻ യേശു സമ്മതിച്ചില്ല. Do not let negative voices speak louder than God's promises. ദൈവത്തിന്റെ വാഗ്ദത്തത്തേക്കാൾ ഉച്ചത്തിൽ നമ്മുടെ സംശയങ്ങൾ സംസാരിക്കുവാൻ സമ്മതിക്കരുത്. Do not let anything else to define your future. നമ്മുടെ ഭാവിയെ നിശ്ചയിക്കുവാൻ മറ്റൊന്നിനെയും നമ്മൾ സമ്മതിക്കരുത്. When Jesus is present, impossibility does not become the final word. യേശു ഉണ്ടെങ്കിൽ അസാധ്യം അവസാന വാക്കാകുന്നില്ല. Jesus is the final word. യേശുവാണ് അവസാനത്തെ വാക്ക്. Jesus is the final word. യേശുവാണ് അവസാന വാക്ക്. Forget the voices of the naysayers in your life. മറ്റുള്ളവർ തടസ്സപ്പെടുന്നവർ സംശയം പറയുന്നവരുടെ വാക്കുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാൻ ഇടയാകട്ടെ. Moving on, the letter G. ജിയിലേക്ക് വരുന്നു. Give God something so that he can multiply. കർത്താവിന്റെ കയ്യിൽ അത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി എന്തെങ്കിലും കൊടുക്കുവാൻ നമുക്കുണ്ടാകട്ടെ. This miracle began with that boy's small lunch. ആ ഒരു ബാലന്റെ ഉച്ച ആഹാരമാണ് ഈ വലിയ അത്ഭുതത്തിന് കാരണമായി തീരുന്നത്. It was just simple food. അത് വളരെ സാധാരണപ്പെട്ട ആഹാരമായിരുന്നു. It was not impressive. അത് വളരെ കാണത്തക്ക വളരെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നല്ല. God often starts with what you have in your hand. നമ്മുടെ കയ്യിലുള്ളതിലാണ് കർത്താവ് പലപ്പോഴും തുടങ്ങുന്നത്. You might be wondering, what do I have? നമ്മൾ ചിന്തിക്കുകയായിരിക്കും എൻ്റെ കയ്യിൽ എന്തുണ്ട്. Give him your time. നമ്മുടെ സമയം ദൈവത്തിന് കൊടുക്കുക. Give him your talent. നമ്മുടെ ടാലന്റുകൾ കർത്താവിന് കൊടുക്കുക. Give him your education. നമ്മുടെ വിദ്യാഭ്യാസം കർത്താവിന്റെ കയ്യിൽ കൊടുക്കുക. Give him your savings. നമ്മുടെ സമ്പാദ്യം കർത്താവിന്റെ കയ്യിൽ കൊടുക്കുക. Give him your business. നമ്മുടെ ബിസിനസ് കർത്താവിന്റെ കയ്യിൽ കൊടുക്കുക. Give him your prayer. നമ്മുടെ പ്രാർത്ഥന കർത്താവിന്റെ കയ്യിൽ കൊടുക്കുക. Give him your small beginning. നമ്മുടെ ചെറിയ തുടക്കങ്ങൾ കർത്താവിന്റെ കയ്യിൽ കൊടുക്കുക. What remains in your hand will be small. നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്നത് വളരെ ചെറുതായിരിക്കും. But when you give it in your God's hands, it multiplies. എന്നാൽ അത് ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അത് വർദ്ധിക്കുവാൻ ഇടയായിത്തീരും. What is placed in God's hands become a blessing to many. കർത്താവിന്റെ കയ്യിലിരിക്കുന്നത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടയാകും. Bible says, do not despise small beginnings. ദൈവത്തിന്റെ വചനം പറയുന്നു ചെറിയ തുടക്കങ്ങളെ തുച്ഛിച്ചിരിക്കാതിരിക്കുക. Give God something so that he can multiply. ദൈവത്തിന്റെ കയ്യിൽ കൊടുത്താൽ അത് വർദ്ധിപ്പിക്കുവാൻ ഇടയായിത്തീരും. Surrender is the place where multiplication begins. സമർപ്പണമാണ് വർദ്ധനവിന്റെ മൂലധനം. The keys to a miracle in your life. അത്ഭുതങ്ങളുടെ താക്കോൽ. God can do miracle in your life. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ കർത്താവിന് സാധിക്കും. The question is, what is the miracle that you're looking for? ചോദ്യം ഇതാണ്, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ എന്ത് അത്ഭുതമാണ് പ്രതീക്ഷിക്കുന്നത്? I want to end with one final key. ഒരു അവസാന താക്കോൽ കൂടി പറഞ്ഞ് ഞാൻ ഇത് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. Letter H. Have reverence to the work God has done. അവസാനത്തെ താക്കോൽ ഇതാണ്, കർത്താവ് ചെയ്തതിനെ കുറിച്ച് നമ്മൾ ഏറിയ വിശ്വാസവും ഭയമുള്ളവരായിരിക്കട്ടെ. Have reverence for the work that God has done. ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് ഏറിയ ബഹുമാനമുള്ളവരായിരിക്കട്ടെ. Last night we heard about the importance of giving honor.
കഴിഞ്ഞ രാത്രി നമ്മൾ കേട്ടല്ലോ മാനം കൊടുക്കുന്നതിനെ കുറിച്ച്. Reverence to what God does in your life is extremely important. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന നന്മകളോട് നമ്മളുടെ ബഹുമാനം അതിന് വളരെ പ്രാധാന്യമുണ്ട്. Why am I saying so? Because verse 12 says, when they had all had enough to eat, he said to his disciples, gather the pieces that are left over, let nothing be wasted. അതിന് കാരണം, ഞാനത് പറയാൻ കാരണം 12-ാം വാക്യമാണ്. ആഹാരം കഴിച്ച് അവർ എല്ലാവരും തികഞ്ഞ് തൃപ്തിയായപ്പോൾ ബാക്കിയുള്ളത് എല്ലാം പെറുക്കിയെടുക്കുവാൻ അവൻ പറഞ്ഞു, ഒന്നും നഷ്ടമാക്കരുതെന്നും അവൻ അവരോട് പറഞ്ഞു. And that is what they did. So they gathered every bits and pieces. അതുകൊണ്ട് ബാക്കി വന്ന എല്ലാ ചെറിയ കഷ്ണങ്ങൾ ഉൾപ്പെടെ അവർ പെറുക്കിയെടുക്കുവാൻ ഇടയായി. We know they collected 12 baskets full. നമുക്കറിയാമല്ലോ അവർ 12 കൊട്ട നിറച്ചെടുക്കുവാൻ ഇടയായി. Jesus did not allow the miracle to be treated carelessly. ഒരു അത്ഭുതം അതിനെ വളരെ നിസ്സാരവൽക്കരിക്കുവാൻ കർത്താവ് ഒരിക്കലും ചെയ്തിട്ടില്ല. The overflow was gathered with reverence. ആ അവസാനം വന്ന അവശേഷിപ്പുകളെല്ലാം ബഹുമാനത്തോടെ അവർ പെറുക്കിയെടുക്കുവാൻ ഇടയായി. Many a times you and I know that when God did a miracle, after that we just became even more lazy. നമുക്കറിയാമല്ലോ, ചില സമയത്ത് കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിച്ച ശേഷം ആദ്യത്തേലും മടിയന്മാരായി നമ്മൾ മാറാറുണ്ട്. God gave you a miracle and then suddenly, oh, I don't have time for God. നമ്മൾ അത്ഭുതം ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് സമയമില്ലല്ലോ കർത്താവിനോട് ചെലവഴിക്കുവാൻ. Or I don't have time to come to church because my work is busy. അല്ലെങ്കിൽ എൻ്റെ ജോലി ഞാൻ വളരെ തിരക്കുള്ളവനായിരിക്കുന്നു. When God blesses you, do not forget him. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ മറക്കാതിരിക്കട്ടെ. When he gives you the job, when he restores your relationship, when he brings increase to your life, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വർധന കൊണ്ടുവരുമ്പോൾ, നമ്മുടെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ, അനുഗ്രഹിക്കപ്പെടുമ്പോൾ, have reverence for the miracle that God has done for you. ദൈവം ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് ബഹുമാനമുള്ളവരായി നമ്മൾ മാറുവാനിടയാകട്ടെ. Use the overflow wisely. ആ ശേഷിപ്പുകൾ സൂക്ഷ്മതയോടെ ചെലവഴിക്കുന്നവരാകട്ടെ. We heard about the keys to the miracle. നമ്മൾ ഇവിടെ കേട്ടത് അത്ഭുതങ്ങളുടെ താക്കോലിനെ കുറിച്ചാണ്. Now what I want to ask you is, who is in need for a miracle? എനിക്കിന്ന് ചോദിക്കാനുള്ള ചോദ്യം, ഒരു അത്ഭുതം ആർ ആഗ്രഹിക്കുന്നു? God wants to see what you have in your hand. കർത്താവിനെ കാണേണ്ടത് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? I see the worship team is right behind me right now. ഞാൻ വർഷിപ്പ് ടീമിനെ എൻ്റെ പിറകിൽ കാണുന്നുണ്ട്. What I want to do right now is, I want every eye be closed. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. What is the miracle that you want for you? ഇന്ന് നിങ്ങൾ കർത്താവിന്റെ കയ്യിൽ നിന്ന് എന്ത് അത്ഭുതമാണ് പ്രതീക്ഷിക്കുന്നത്? Your situation is unique just for yourself. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആവശ്യം വളരെ പ്രാധാന്യമുള്ളതാണ്. It is unique just for you. അത് നിനക്ക് മാത്രമാണ് അത് ഏറെ പ്രാധാന്യമുള്ളതായി തോന്നുന്നത്. It can be a miracle of healing. അത് ചിലപ്പോൾ ഒരു സൗഖ്യത്തിന് വേണ്ടിയുള്ള It പ്രാർത്ഥനയായിരിക്കും. can be a miracle of provision. അതൊരു ആവശ്യത്തിന് വേണ്ടിയുള്ള It പ്രാർത്ഥനയായിരിക്കും. can be a miracle for restoration. അതൊരു ഒരു പുനഃസ്ഥാപനത്തിന് വേണ്ടിയുള്ള ഒരു അത്ഭുതമായിരിക്കും. It might be a miracle for new beginnings. അതൊരു പുതിയ തുടക്കത്തിന് വേണ്ടിയുള്ള അത്ഭുതമായിരിക്കും. Whatever the miracle that you need. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏത് ആവശ്യമാണോ, But if you need a miracle right now, with every eye being closed, നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ഒരു അത്ഭുതം ഇപ്പോൾ ആവശ്യമാണെങ്കിൽ കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. with every eye being closed, if you need a miracle, I want you to stand up in the Lord's presence. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഒരു അത്ഭുതം ആവശ്യമാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. We are not looking at if anyone else is standing up, but if you need a miracle, stand up in the presence of God. മറ്റാര് എഴുന്നേൽക്കുന്നതല്ല നമ്മുടെ പ്രശ്നം. നിനക്ക് ദൈവത്തിൽ നിന്ന് ഒരു അത്ഭുതം ആവശ്യമാണെങ്കിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. Your miracle is unique. നിന്റെ ആവശ്യം അത് വളരെ പ്രാധാന്യമുള്ളതാണ്. Whatever it is, എന്തായിരുന്നാലും I encourage you to dream big. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു വലിയ സ്വപ്നങ്ങൾ കാണുവാൻ. God is not done with you yet. കർത്താവ് നിന്നുമായിട്ടുള്ള പ്രവൃത്തി ഇതുവരെ അവസാനിച്ചു കഴിഞ്ഞിട്ടില്ല. God wants to do something bigger than what you have seen until now. ചില വലിയ കാര്യങ്ങൾ നീ കണ്ടിട്ടുള്ളതിലും വളരെ വലിയ കാര്യങ്ങളാണ് കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. It might be a visa situation. അതൊരു വിസയുടെ പ്രോബ്ലം ആയിരിക്കാം. It might be your job. അത് ചിലപ്പോൾ ജോലിയുടെ പ്രശ്നമായിരിക്കാം. Maybe you are seeking God, Lord, use me more. അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവേ എന്നെ ഉപയോഗിക്കണമേ എന്നുള്ളതായിരിക്കാം. Whatever it is, as you stand, I want to pray for you. എന്തായിരുന്നാലും നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. As we heard, assess your situation so that you become specific.
നിങ്ങളുടെ പ്രതിസന്ധികളെ നിങ്ങൾ അവലോകനം ചെയ്യുക, കാരണം അതിനോട് കൃത്യമായി പ്രതികരിക്കേണ്ടത്. Believe in God for a miracle. ദൈവത്തിൽ വിശ്വസിക്കുക, അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. Confess your incapability to meet your need. നമ്മുടെ പരിമിതികളെ നേരിടുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് ദൈവത്തിൽ നമുക്ക് സമ്മതിക്കാം. Do what you can to meet the need. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ദൈവത്തിൽ നമുക്ക് ചെയ്യാം. Exhibit thankfulness before the miracle arrives. ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുമാറാകട്ടെ. Forget the insults of others. മറ്റുള്ളവർ നമ്മളെ നിന്ദിക്കുന്നത് അവഗണിക്കാട്ടെ. Give God something that He can multiply. ദൈവത്തിന് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അവന്റെ കയ്യിൽ നമ്മളോട് എന്തെങ്കിലും കൊടുക്കാം. I'm going to pray for you. You speak to God because God is standing right next to you. കർത്താവ് നിങ്ങളുടെ ചാരെ നിൽപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ The പോകുന്നു. Holy Spirit is right there next to you. പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Father, you see everyone who is standing up right now. നിൽക്കുന്നവരെല്ലാം കർത്താവേ നീ കാണുന്നുവല്ലോ. You see their needs. അവരുടെ ആവശ്യങ്ങൾ നീ അറിയുന്നുവല്ലോ. You know their situation. അവരുടെ അവസ്ഥകൾ നീ അറിയുന്നുണ്ടല്ലോ. Lord, as they pour out their hearts before you, കർത്താവേ അവർ തങ്ങളുടെ ഹൃദയം നിന്റെ സന്നിധിയിൽ ഒഴുക്കുകയാണല്ലോ. I pray, oh Lord, that you will perform a miracle in their life. പ്രാർത്ഥിക്കുന്ന കർത്താവേ നീ അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുമാറാകണം. Lord, I pray that you will bring forth a multiplication anointing upon them. കർത്താവേ ഒരു അഭിഷേകം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുമാറാകട്ടെ. I pray, oh Lord, for a multiplication in their life. അവരുടെ ജീവിതത്തിൽ ഒരു വർദ്ധനവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray for restoration in their life. ഒരു പുനഃസ്ഥാപനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray for your miracle to be revealed in their life, oh Lord. കർത്താവേ നിന്റെ അത്ഭുതം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. Lord, as your word declares, oh Lord, you do more than what we think or imagine. കർത്താവേ ഞങ്ങൾ ചിന്തിക്കുന്നതിലും നിനക്കുന്നതിലും ഉപരിയായി പ്രവർത്തിക്കുമാറാകണം. Because that's how you do things. അങ്ങനെയാണല്ലോ നീ പ്രവർത്തിക്കുന്നത്. So we thank you for the miracle. അതുകൊണ്ട് അത്ഭുതത്തിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിൽ നന്ദി അർപ്പിക്കുന്നു. Father, I pray for this church. കർത്താവേ ഈ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. Father, I pray for a miracle for this church as well. കർത്താവേ ഈ സഭയിൽ നീ അത്ഭുതം പ്രവർത്തിക്കുമാറാകണം. May they bring joy to this neighborhood, to the city, oh Lord Father. കർത്താവേ ഈ ദേശത്തിനും ഈ അയൽപക്കത്തിനും ഇതൊരു സന്തോഷം കൊണ്ടുവരുമാറാകട്ടെ. May they become a source for miracles for people that they connect with. കർത്താവേ അവർ ബന്ധപ്പെടുന്നവരുടെ എല്ലാ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വെളിപ്പെടുമാറാകട്ടെ. May you receive the glory. നിനക്ക് മഹത്വവും മാനവും ഉണ്ടാകട്ടെ. May you receive the honor. നിനക്ക് മാനം ലഭിക്കുമാറാകട്ടെ കർത്താവേ. May you receive all praise. കർത്താവേ എല്ലാ സ്തുതിയും നിനക്ക് അർപ്പിക്കുന്നു. Because you are good and you always do good things. കർത്താവേ നീ നല്ലവനാകുന്നു, എപ്പോഴും നന്മ ചെയ്യുന്നു. I pray for everyone who is here right now. ഇവിടെയുള്ള എല്ലാവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. Father, I pray that they will start dreaming good dreams and new dreams for കർത്താവേ you. പുതിയ സ്വപ്നങ്ങൾ കാണുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray that they will work towards it. അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ അവർ മുന്നോട്ട് ഇറങ്ങുവാൻ വേണ്ടി ഞാൻ And Lord, with the help of the Holy Spirit, you will multiply and it will become even bigger. പരിശുദ്ധാത്മാവിനാൽ നീ അത് വർദ്ധിപ്പിക്കുകയും അത് വലിയ അനുഗ്രഹമായി തീരുകയും ചെയ്യുമല്ലോ. We give you praise. നിനക്ക് നന്ദി, നിനക്ക് സ്തുതി. In Jesus' mighty name I pray. യേശുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ.